കുടുംബ ബജറ്റ് ആകെ താളം തെറ്റിച്ച് സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ 2 ഇരട്ടിയായി പച്ചക്കറിയുടെ വില വർധനവ് രേഖപ്പെടുത്തി. എന്തായാലും കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വരൾച്ച രൂക്ഷമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചക്കറി കൃഷിയിൽ അവിടെ കുറവുണ്ടായി. അത് കേരളത്തെ വലിയ രീതിയിലാണ് സ്വാധീനിക്കുന്നത്. ഇങ്ങോട്ടുള്ള പച്ചക്കറി വരവിനെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി സംസ്ഥാനത്തെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ചെയ്യുന്ന പച്ചക്കറികൾക്കും പൊള്ളുന്ന വില. ഈ മഴ സമയത്തൊന്നും വരാറില്ല. മഴക്കാല വളരെ കുറവാണ്. ഇപ്പോൾ നമ്മളിത് ഒരു 5 ദിവസം മുമ്പെല്ലാം വിറ്റുകൊണ്ടിരുന്ന മുളക് ഇപ്പം 100 രൂപയാണ്. അന്ന് 60 രൂപ 50 രൂപയായിരുന്നു. 100 രൂപയാണ്. കഴിഞ്ഞിട്ട് അത് തന്നെ വരുന്നതിന് അതുപോലെ തന്നെ 40 രൂപ 30 രൂപയായിരുന്നു. ഇന്ന് അത് 60 രൂപയാണ്. പാവയ്ക്ക പൊതുവെ വരാറില്ല. ഇന്ന് 120 100 വലിയ വില കൂടുതലാണ്. എല്ലാ വില കൂടുതലാണ്. 60 80 രൂപ കിടന്നാൽ 100 120 ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാരെന്തിൽ പറഞ്ഞാൽ ആൾക്കാരെല്ലാം വില കൂടുതലെന്ന് പറഞ്ഞാൽ നമുക്കൊരു പറഞ്ഞ വിലയിൽ കൊടുക്കാവുള്ളൂ. മാർക്കറ്റിൽ കിട്ടുമ്പോഴേ കൊടുക്കാവുള്ളൂ. കാരണം മാർക്കറ്റിൽ സാധനം വന്നാലേ നമുക്ക് കൊടുക്കാവുള്ളൂ. അപ്പോൾ അവരെ പോലെ വില കൊടുത്ത് നമ്മൾ എടുക്കേണ്ട തന്നെ നമുക്ക് വിൽക്കാൻ നോക്കുള്ളൂ. പൊതുവിൽ ഇപ്പം എല്ലാ സാധനം വില കൂടുതലാണ്. എന്താ ഇതിന് കാരണം പറയുന്നത്? മഴ എല്ലായിടത്തും മഴയാണല്ലോ, ഇവിടെ മാത്രമല്ലല്ലോ. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് ആനന്ദ് പുതൂർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്ക് എത്താം. പ്രശാന്ത്, എങ്ങനെ ജീവിക്കുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്? തീർച്ചയായും അത്തരത്തിലൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലാണ് ഇത്തരം പച്ചക്കറിയുടെ വില കുതിച്ചുയരുന്ന സാഹചര്യം ഉണ്ടായത്. 30 മുതൽ 40 വരെ രൂപയുടെ ഒരു വ്യത്യാസം ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക മേഖലകളിൽ നിന്നെല്ലാം പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വ്യാപാരികൾ പൊതുവെ പറയുന്നത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ്, ചാല മാർക്കറ്റ്. ആ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. നിലവിൽ ആളുകൾ എത്തുന്നതിന്റെ എണ്ണത്തിലടക്കം ഒരു കുറവ് രേഖപ്പെടുത്തുകയൊക്കെയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടതിനേക്കാൾ കൂടുതൽ ഇരട്ടിയിലേക്ക് ഈ വില കൂടുന്നൊരു സാഹചര്യമുണ്ട്. അതായത് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്തൊരു നിലയിലേക്കാണ് ഇപ്പോൾ നിലവിൽ എത്തിയിരിക്കുന്നത്. ആളുകളെല്ലാം ഇങ്ങനെ വരികയാണ്. ചേട്ടാ, പച്ചക്കറിയുടെ വില എങ്ങനെയുണ്ട് ചേട്ടാ? പച്ചക്കറി വില കൂടുതലാണ്. സാധാരണ നിലയിൽ നിന്ന് വലിയ കൂടുതലാണ്. കുറച്ച് കൂടുതലാണ്. എത്ര രൂപ വ്യത്യാസം വരുന്നുണ്ട്? ഒരു 10-15 രൂപ വ്യത്യാസം വരുന്നുണ്ട്. അത് തന്നെയാണ്. 10 മുതൽ ഒരു 20-30 രൂപയുടെ അടക്കം വ്യത്യാസമാണ് നിലവിലുള്ളത്. ഞാനൊരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ആഴ്ചയും ഈ ആഴ്ചയും തമ്മിൽ തുലനം ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഇഞ്ചിക്ക് വില 140 ആയിരുന്നെങ്കിൽ അത് 180 കടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല മുരിങ്ങക്കയുടെ വിലയും സമാനമായ രീതിയിൽ 40 നിന്ന് 60 കടന്നു. തക്കാളി 40 നിന്ന് 60 കടന്നിരിക്കുന്നു. വെണ്ടയ്ക്കയും സമാനമായ സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഏകദേശം കഴിഞ്ഞ ആഴ്ച 40 ആയിരുന്നെങ്കിൽ അത് 40 നിന്ന് 60 മാറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള വിലയും കഴിഞ്ഞ ആഴ്ച 30 ആയിരുന്നെങ്കിൽ അത് 40 നിന്ന് 60 എത്തിയിരിക്കുകയാണ്. മുളക്, അതായത് കറിമുളകിന്റെ വില 80 രൂപയായിരുന്നെങ്കിൽ അത് 120 കടക്കുകയും ചെയ്തു. നിലവിൽ ക്യാരറ്റിന് മാത്രമാണ് അല്പസ്വല്പം വില കുറഞ്ഞിരിക്കുന്നതാണെന്ന് വ്യാപാരികൾ പറയുന്നത്. പാവയ്ക്കയുടെ വിലയും സമാനമാണ്, 80 നിന്ന് 130 കടന്നു. ഇതിൽ ഏറ്റവും വലിയ രീതിയിൽ വില ഉയർന്നത് സാമ്പാർ മുളകിന്റെ വിലയാണ്. അത് 50 രൂപയായിരുന്നെങ്കിൽ അത് 250 എത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സമാനമായ സാഹചര്യം തന്നെയാണ് വഴുതനങ്ങ ആയാലും ശരി, കോളിഫ്ലവർ ആയാലും ശരി, ചുവന്നുള്ളി ആയാലും ശരി, കറിക്കായ ആയാലും ശരി, ഇതിന്റെ എല്ലാം വില 20 മുതൽ 30 വരെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതിൽ വ്യാപാരികൾ പറയുന്നത് ഇത്തരത്തിലൊരു പ്രതിസന്ധി കർണാടക മേഖലകളിൽ ഉണ്ടായ ഒരു പ്രതിസന്ധിയാണ് നിലവിലെ വിലവർദ്ധനവിന് കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. സർക്കാരിന്റെ ഹോർട്ടികോർപ്പിലടക്കം ഈ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതായത് ഇത്തരത്തിൽ വില ഉയരുമ്പോഴും അതിനെ നിയന്ത്രിച്ചു നിർത്തുവാനുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകുന്നതുമില്ല. അതാണ് ഇത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം രൂപപ്പെടാൻ കാര്യം. സാധാരണക്കാരന്റെ നട്ടലൊടിക്കുന്ന നിലയിലേക്കാണ് ഇത്തരത്തിൽ വില ഉയരുമ്പോൾ എത്തുന്നത്. കാരണം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സംസ്ഥാനം പച്ചക്കറി ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. തിരുവനന്തപുരമായാലും ശരി, മറ്റ് ജില്ലകളിലേക്ക് കടക്കുമ്പോഴുമെല്ലാം ഇത് തന്നെയാണ് സാഹചര്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളും ആശ്രയിക്കുന്നതും ഇത് തന്നെയാണ്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വില ഉയരുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുകയും ചെയ്യും എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. വലിയ രീതിയിലേക്കൊരു വർധനമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ മാർക്കറ്റിലടക്കം അതുകൊണ്ട് തന്നെ ആളുകൾ എത്തുന്നതിലടക്കം ഒരു നിയന്ത്രണം അല്ലെങ്കിൽ കുറവ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയാണ്. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ സാഹചര്യം മാത്രമല്ല ഇത്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ മറ്റു ജില്ലകളിലേക്ക്, ഇതര ജില്ലകളിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആ എല്ലാ ജില്ലകളിലും ഇത് തന്നെയാണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അത് കൊല്ലമായിക്കോട്ടെ, പത്തനംതിട്ട ആയിക്കോട്ടെ, അങ്ങനെ എറണാകുളത്തേക്ക് ചെല്ലുമ്പോൾ എറണാകുളം ആയിക്കോട്ടെ, എല്ലാ
ജില്ലകളിലും ഏകദേശം ഈ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിലേക്കാണ് നിലവിലെ പച്ചക്കറിയുടെ വില എത്തുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ നിത്യ ജീവിതം കടന്നു പോകുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയെങ്കിൽ അത് മൊത്തം ചില്ലറ വ്യാപാര മേഖലകളിലെല്ലാം ഈ ഒരു വിലവർദ്ധനവ് കാണാൻ കഴിയുന്നുമുണ്ട്. നിലവിൽ ഒരു സാധാരണഗതിയിൽ നിന്ന് ഒരു 20 മുതൽ 30 രൂപയുടെയൊക്കെ വ്യത്യാസമാണ് നിലവിൽ ഉണ്ടാകുന്നത്. എന്നാൽ അതിന്റെ കാരണമായി പറയുന്നത് ഇത് തന്നെയാണ്. തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നുള്ള ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി ഈ വിലയുടെ ഒരു നിലവിലെ അവസ്ഥ? അതായത് ആളുകൾ പ്രതികരിക്കാനും തയ്യാറാകുന്നുമില്ല. എന്തായാലും ഇത്തരത്തിലൊരു വ്യത്യാസമാണ് നിലവിൽ സംസ്ഥാനത്തുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ചാല മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയും ഈ പച്ചക്കറിക്കായി അല്ലെങ്കിൽ സാധനം വാങ്ങുവാനെത്തുന്ന ആളുകളുടെ എണ്ണത്തിലും വലിയ രീതിയിലൊരു കുറവും രേഖപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും വിലവർദ്ധനവ് വലിയ രീതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ വ്യത്യാസമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൽ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. അനു, തീർച്ചയായും നമുക്കിനി കോഴിക്കോട് നിന്നുകൂടി പ്രതികരണങ്ങൾ അറിയേണ്ടതുണ്ട്. പാളയം മാർക്കറ്റിൽ നിന്ന് ചേരുന്ന ആനന്ദ് പുതൂറാണ്. ആനന്ദ്, അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായും പ്രതികരണം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എങ്കിലും നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പച്ചക്കറി മാർക്കറ്റിലൊന്നായ പാളയം മാർക്കറ്റിലാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ആളുകൾ പൊതുവെ തിരക്ക് കുറയുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചക്കറികളുടെ വരവ് പൊതുവെ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് തന്നെയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഈ കാലാവസ്ഥ വ്യതിയാനം കാര്യമായി തന്നെ അത്തരത്തിലുള്ള പച്ചക്കറി വിപണിയെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യമായിട്ടുള്ള ഒരു വിലവർദ്ധനവ്, അതായത് ഇത്തരത്തിൽ പച്ചക്കറികൾ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരാത്ത പോലും തന്നെ കാര്യമായിട്ടുള്ള ഒരു വിലവർദ്ധനവ് ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഈ 40 രൂപ കടക്കാത്ത വെള്ളരി അടക്കം 50ലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നാടൻ പാവയ്ക്ക് അടക്കം 100-നോടടുക്കുന്ന ഒരു വില. ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്ന പോലെ തന്നെ ആളുകളുടെ എണ്ണം പൊതുവെ കുറവാണ് ഇപ്പോൾ. കാരണം 24 മണിക്കൂർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ സമയഭേദം എന്നെ തന്നെ തിരക്കുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ ആളുകൾ തീർച്ചയായിട്ടും അവരുടെ കുടുംബ ബഡ്ജറ്റിനെ താളം തെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ പൊതുവെ പച്ചക്കറിയുടെ ഈ വില കയറ്റം ബാധിച്ചിരിക്കുന്നു. ഈ കാര്യമായിട്ടുള്ള മഴ ശക്തമായതോടുകൂടി തന്നെ നേരത്തെ കാര്യമായി തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈ കോഴിക്കോട് ജില്ലയിലെ അടക്കം ഈ പച്ചക്കറി കൃഷിയിൽ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നിരുന്നു, കുറവ് വന്നിരുന്നു. അത് തീർച്ചയായിട്ടും ഈ വിലയെ വർദ്ധിപ്പിക്കുന്നു. കുടുംബ ബഡ്ജറ്റ് താളം തെറ്റുന്ന തലത്തിലേക്ക് പോകുന്നു. ആളുകളെല്ലാം ആ തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പൊതുവെ ഉള്ളത്. കോഴിക്കോടും എന്തായാലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇനി മറ്റ് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കോഴിയിറച്ചി വില അടക്കം അത്തരത്തിലുള്ള വിലകളും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ആളുകളുടെ കുടുംബ ബഡ്ജറ്റിനെ കാര്യമായി തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ പച്ചക്കറി വില കൂടിയിരിക്കുന്നത്. തീർച്ചയായും ആനന്ദ്, നമുക്ക് അവിടെ നിന്നുള്ള പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാൻ കഴിയുമോ? തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചപ്പയറിൻ്റെ വില ഏകദേശം 80 മുതൽ 100 രൂപ വരെ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമുക്ക് ചേട്ടനോട് തന്നെ ഇവിടെയുള്ള ഒരു കടക്കാരനായിട്ടുള്ള ചേട്ടനോട് ചേട്ടാ, എങ്ങനെയുണ്ട് പച്ചക്കറിയുടെ വരവ്? വരവ് കുറവാണ്, അതിനുണ്ട് വില കൂടുതലാണ്. എങ്ങനെയുണ്ട് ആളുകൾ കച്ചവടം പൊതുവെ എങ്ങനെയാണ്? കച്ചവടം സ്വതവേ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ടൈമല്ലേ, ആളുകൾ കൈമേൽ പൈസയല്ലേ ഉള്ള കാലം പച്ചക്കറി വാങ്ങി പോകും, വേറെ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ വില കൂടുതൽ ഏതിനാണ് ഇപ്പോൾ? ഏറ്റവും കൂടുതൽ വില ഇപ്പോൾ മുളകിന്, ചേനക്കൊക്കെ. തീർച്ചയായും പറഞ്ഞ പോലെ തന്നെ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതോടുകൂടി തന്നെ ആ തലത്തിൽ വില വർദ്ധിക്കുകയാണ്. ഇനിയും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെല്ലാം മഴ വ്യാപകമാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ വില ഇനിയും വർദ്ധിക്കുമെന്നുള്ള ഒരു കണക്കൂട്ടൽ തന്നെയാണ് പൊതുവെ വ്യാപാരികളുള്ളത്. തീർച്ചയായും ആനന്ദ് തുടരുക. പ്രശാന്തിലേക്ക് വീണ്ടും പോവാണ്. പ്രശാന്ത്, ഈ ആശ്വാസമാകേണ്ട ഒരിടമാണ് ഹോർട്ടികോർപ്പ്. പക്ഷെ അവിടെയും ഈ പച്ചക്കറി വില വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക്, അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വിശേഷാൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയാവുന്നതും. തീർച്ചയായും സാധാരണക്കാരന് ആശ്വാസമാകേണ്ടതാണ് ഹോർട്ടികോർപ്പെങ്കിൽ അവിടെയും സ്ഥിതി സമാനമാണ്. അതായത് ഈ മാർക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമല്ല അവിടുത്തെ സ്ഥിതി. സമാനമായ സാഹചര്യം തന്നെയാണ് ഹോർട്ടികോർപ്പിലും തുടരുന്നത്. അതായത് വലിയ ഒരു വില വർധനവ് അവിടെയുമുണ്ട്. ഇതിനെ പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ ഒരു നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതാണ് ഇത്തരത്തിൽ വില കൂടുതലൊരു കാരണമായിട്ട് ഇരിക്കുക കൂടി ചെയ്യുന്നത്. ഈ നിലവിലൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് തമിഴ്നാട്, കർണാടക മേഖലകളിൽ നിന്നുള്ള ഈ
വരവ് മുടങ്ങിയതാണ് ഏറ്റവും ഇപ്പോൾ പ്രതിസന്ധിയായിട്ട് ഈ എടുത്തു പറയുന്നത്. എന്തായാലും വലിയ വില വർധനവ് ആണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റയടിക്കാണ് 20 മുതൽ 30 രൂപ മുതൽ വരെ ഇതിന്റെയൊക്കെ വില വർധനവുണ്ടായിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. എന്നാൽ നമുക്കറിയാം ഇത് നിലവിൽ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് സമാനമായ ഒരു സാഹചര്യം രൂപപ്പെടുകയും വലിയ പ്രതിസന്ധി രൂപപ്പെടുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കുറച്ചു കാലം കുറഞ്ഞു നിന്നെങ്കിൽ വീണ്ടും സമാനമായ ഒരു സ്ഥിതിയിലേക്ക് വീണ്ടും ഒരു വലിയ വിലക്കയറ്റത്തിലേക്ക് തന്നെ പച്ചക്കറിയുടെ വില ഉയർന്നു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തിരുവനന്തപുരത്തെ കലാ മാർക്കറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ എണ്ണത്തിലും വലിയ കുറവാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പച്ചക്കറി അടക്കമുള്ള സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ എത്തുന്നില്ലെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് വലിയ കുറവ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് അറിയുന്നത് ഏകദേശം വൈകുന്നേരത്തോടുകൂടി ചില ആളുകൾ എത്തും എന്നും വ്യാപാരികൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ. ഇത്തരത്തിൽ അനുദിനം വില കുതിച്ചുയരുന്നത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. വലിയ വിലയാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി, പച്ചക്കറിക്കൊക്കെ വലിയ വിലയാണ് കൂടിയിരിക്കുന്നത്. 20 മുതൽ 30 വരെ കൂടിയിരിക്കുന്നു. എന്താ പറയാനുള്ളത്? പച്ചക്കറിക്കൊക്കെ 20 മുതൽ 30 വരെയാണ് വില കൂടിയിരിക്കുന്നത്. എന്തോ പറയാ, ഞാൻ ജീവിച്ചല്ലേ പറ്റൂ. എത്ര വില കൂടിയാലും പട്ടിണി അടക്കാൻ പറ്റൂലല്ലോ. സാധനങ്ങൾ വാങ്ങിച്ചു വിടുന്നു. കുറച്ച് വാങ്ങിക്കാറുണ്ടായിരുന്നു. കുറച്ച് മേടിച്ചു. അത്രയും മേടിക്കാൻ പറ്റത്തില്ല, കുറച്ച് മേടിച്ചു. എങ്ങനെയുണ്ട് ഈ വിലയൊക്കെ നോക്കിയിട്ട്? വില എപ്പോഴെന്നും കൂടിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്, കുറവൊന്നും ഇല്ലല്ലോ. ഓരോ ദിവസം എല്ലാ സാധനങ്ങളും കൂടുന്നു, ഓട്ടോമാറ്റിക്കലി പച്ചക്കറിയും കൂടുന്നു. ഇതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ? അത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ചാൽ കൊണ്ടുപോയല്ലേ പറ്റൂ. നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. അതാണ് അനു പറയുന്നത്. ഇത്തരത്തിൽ സാധാരണക്കാരന് ജീവിച്ചല്ലേ പറ്റൂ എന്നാണ് അവരും പറയുന്നത്. അതായത് വില അനുദിനം കൂടുമ്പോൾ ഇതിനെ നിയന്ത്രിച്ചു നിർത്തുന്നതിനടക്കം ഉണ്ടാകുന്ന അധികൃതർ ഭാഗത്തുണ്ടാകുന്ന ഒരു നടപടി അല്ലെങ്കിൽ സമീപനങ്ങൾ അതിലൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നാണ് ഈ ആളുകളും പറയുന്നത്. അതായത് ഇത്രയും വില കൂടിയാലും എന്തായാലും ജീവിക്കേണ്ടേ എന്നൊരു നിലപാട് കൂടിയാണ് ഇവർ വ്യക്തമാക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. നമുക്കറിയാം സംസ്ഥാനം അധികം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ട്. ഈ സാഹചര്യത്തിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി കൂടി വന്നു ചേരുന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തുടനീളം നിൽക്കുന്നത്. അതിനിടയിൽ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരുകളടക്കം പറഞ്ഞിരുന്നു ജനങ്ങളോട് മുണ്ടുമുറുക്കി കൊടുക്കാൻ പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ അനുദിനം പച്ചക്കറിയുടെ ആയാലും ശരി പലവ്യഞ്ജനങ്ങളായാലും ശരി ഇത്തരത്തിൽ വില വർദ്ധിക്കുന്നത് വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുകയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു ചേരുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. വലിയ പ്രതിസന്ധി. എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പച്ചക്കറി അടക്കമുള്ള എല്ലാ സാധനങ്ങളിലും വില നേരത്തെ നിന്ന് വ്യത്യസ്തമായ ഒരു 20 മുതൽ 30 രൂപ വരെയുടെ അടക്കം വിലയാണ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ മാർക്കറ്റിലെ കാര്യം മാത്രമല്ല ഹോർട്ടികോർപ്പിൽ അടക്കം ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷമാണ് വന്നു ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിന് അനുബന്ധമായിട്ട് നടപടിക്രമങ്ങൾ സ്വീകരിക്കുവാനോട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തയ്യാറാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതിന് നിയന്ത്രണം എങ്ങനെയൊക്കെ വരുത്തിക്കൊണ്ട് ഇതിന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എപ്രകാരം ഇതിനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വില നിയന്ത്രിച്ചു നിർത്താമെന്നതിനെ കുറിച്ച് സർക്കാർ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണ് ഏറ്റവും വലിയ സത്യം. കാരണം ഇതിനു മുൻപും സമാനമായ പല പ്രാവശ്യവും പല തവണയും സമാനമായ ഒരു സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നുപോയിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ഈ പച്ചക്കറികൾ കൂടുതലായി വരുന്ന തമിഴ്നാടും ആന്ധ്ര പോലുള്ള അന്യ സംസ്ഥാനങ്ങളുടെ വരൾച്ച എപ്രകാരമാണ് പച്ചക്കറി കൃഷിയെ അവിടെ ബാധിക്കുക എന്നുള്ളത് സ്വാഭാവികമായും നമ്മൾ അറിയേണ്ടതാണ്. ഇതെല്ലാം മുൻകൂട്ടി കണ്ട് അതിനുള്ള ഒരു മുന്നൊരുക്കം പ്രത്യേകിച്ചും ഈ വില നിയന്ത്രണത്തിനുള്ള വിപണി ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടാകേണ്ടതായിരുന്നു. തീർച്ചയായും അത്തരം സമീപനങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള സമീപനങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ പൂർണ്ണമായും ഒരു 90% നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് കേരളം. പച്ചക്കറി ആയാലും ശരി പലവ്യഞ്ജനങ്ങളായാലും ശരി മറ്റ് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾക്ക് ആവശ്യമായ പല സാധനങ്ങൾക്കും നമ്മൾ ഇതര സംസ്ഥാനങ്ങളെയാണ് ആശ്രയിച്ച് ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ അത്തരം കാര്യങ്ങളിൽ സ്വയം പര്യാപ്തത ഇതുവരെ കൈവരിച്ചിട്ടുമില്ല. ആ ഒരു പ്രതിസന്ധി നിലനിൽക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ കൃഷി വകുപ്പ് അടക്കം പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ പുറത്തുനിന്ന് പച്ചക്കറി എത്തിക്കാത്ത രീതിയിലേക്കുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോഴും നമ്മൾ സ്ഥിരം പാളിച്ചയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിൽ ആ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സർക്കാരിന്റെ ഒരു ഭാഗത്തും കൂടി ഉണ്ടാകുന്നത്. അതായത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനെ പിടിച്ചു നിർത്തുവാനായിട്ട് ഈ കുതിച്ചുയരുന്ന വിലയെ പിടിച്ചു നിർത്തുവാനായിട്ടുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നുമില്ല എന്നതാണ് ഏറ്റവും ഉയരുന്ന വിമർശനം. കാരണം നമുക്കറിയാം ഇതിൽ ഈ ഒരു ആഴ്ചയിലെ കാര്യം മാത്രമല്ല ഇപ്പോൾ എടുത്തു പറയേണ്ടത്. അതായത് കഴിഞ്ഞ
കുറച്ച് മാസങ്ങളായി സമാനമായ ഒരു സാഹചര്യം തുടർന്നുണ്ടായിരുന്ന ഏറ്റക്കുറച്ചുകൾ വിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞൊരു 6 മാസവും സമാനമായ രീതിയിൽ തന്നെയാണ് വലിയ വില വരികയും പിന്നീട് കുറച്ച് താഴ്ന്നു നിൽക്കുകയും പിന്നീട് വീണ്ടും ഉയരുന്ന സാഹചര്യമുണ്ട്. സമാനമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് എടുത്തു പറയുന്നത് ഈ മഴയും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വരൾച്ചയടക്കം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എടുത്തു പറയുന്നത്. അതിന്റെ ഒരു കാരണം കൂടി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ എത്താത്ത സാഹചര്യമുണ്ട്. എന്നാൽ ഇതിൽ മറ്റ് ചില പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ വിപണി വില ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ പ്രതിസന്ധിയിലേക്ക് ജനങ്ങളെയും തള്ളിവിടുന്നൊരു നിലയിലേക്ക് തന്നെയായിരിക്കും ഇത്തരത്തിൽ നമുക്ക് വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് പ്രശ്നം. കാരണം കാലാവസ്ഥാ വ്യതിയാനം തീർച്ചയായും വലിയൊരു ഫാക്ടറാണ് ഈ പച്ചക്കറി വില അല്ലെങ്കിൽ ലഭ്യത കുറയാനും അതുവഴി വില വിപണിയിൽ കൂടാനുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം നമ്മളിവിടെ വലിയ തോതിലുള്ള മഴയും പ്രളയഭീതിയും ഒക്കെ അനുഭവിച്ചപ്പോൾ ഈ അയൽ സംസ്ഥാനങ്ങളിൽ വരൾച്ചയായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് അവിടെയുള്ള പച്ചക്കറി കൃഷിയെ സ്വാഭാവികമായും അത് ബാധിക്കും. അങ്ങനെ ഈ ഉൽപ്പാദന വില അല്ലെങ്കിൽ അവർക്കുള്ള വരുമാനം കുത്തനെ ഇടിയുന്നത് ആ കർഷകർക്ക് നഷ്ടമുണ്ടാകും എന്നതും സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കർഷകർ മറ്റ് കൃഷികളിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയോടെ ഇതെല്ലാം എല്ലാ തവണയും നമ്മൾ കണ്ടുവരുന്ന ഒരു സ്വാഭാവികമായ കാര്യങ്ങളാണ്. എന്നിട്ട് പോലും ഇതിനുള്ള നടപടികൾ അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്ത് ഈ പരമാവധി കൃഷി ചെയ്തെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അതിലും അത്യാവശ്യമാണ്. ഇനി ഈ വില നിയന്ത്രണത്തിനായിട്ടുള്ള ഇടപെടൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹോർട്ടികോർപ്പിൻ്റെ സംഭരണം മുതൽ എല്ലാം അവിടെയും ഈ പച്ചക്കറി വില കൂടുമ്പോഴാണ് ഇങ്ങനെ ജനങ്ങൾ ഞെരുക്കത്തിലാവുന്നത്. ആനന്ദിലേക്കാണ് ഇനി എത്തുന്നത്. ആനന്ദ്, ഈ പറഞ്ഞ പോലെ കർണാടകയിൽ നിന്നുള്ള വരവായിരിക്കും ഒരു പക്ഷേ വടക്കൻ മേഖലയെ ഏറ്റവും അധികം ബാധിച്ചിട്ടുണ്ടാവുക. ഈ വരവ് ഉണ്ടാകില്ല അല്ലെങ്കിൽ അവിടെയുള്ള വരൾച്ച ഇതെപ്രകാരം ബാധിക്കും എന്നത് തിരിച്ചറിയുന്നതിൽ നമുക്ക് വന്ന പാളിച്ച, ഇനി ഹോർട്ടികോർപ്പിലെ സംഭരണത്തിൽ വന്ന പാളിച്ച, ഇനി അവിടെയും വില കൂടുന്ന ഒരു സാഹചര്യം. തീർച്ചയായും രജനി പറഞ്ഞ പോലെ തന്നെ മലബാറിലേക്കുള്ള പ്രധാനപ്പെട്ട പച്ചക്കറിയുടെ ഇറക്കുമതി എന്ന് പറയുന്നത് പ്രധാനമായും കർണാടക സംസ്ഥാനത്തെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ ഈ കർണാടകത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായി ഇത്തരത്തിലുള്ള പച്ചക്കറി വരവ് പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാലാവസ്ഥാ വ്യതിയാനം കാര്യമായി തന്നെ അത്തരത്തിലുള്ള പച്ചക്കറി ഉൽപ്പാദനത്തിൽ അവിടെ ബാധിക്കുന്നു. അത് മലബാറിനെ ബാധിച്ചിരിക്കുന്നു, വളരെ ഗൗരവമായി തന്നെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണുള്ളത്. കൃത്യമായി സർക്കാർ ഇടപെടേണ്ട, അതായത് ഈ വിപണിയിൽ കൃത്യമായി സർക്കാർ ഇടപെടേണ്ട ഒരു സമയമാണ് ഇത്. നമുക്കറിയാം, ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാര്യമായി തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബ ബഡ്ജറ്റിൽ, അതായത് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്ത തരത്തിലേക്കുള്ള ഈ ഒരു വിലക്കയറ്റം തീർച്ചയായും ആളുകളെ ഞെരുക്കുമെന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഈ സ്വയം പര്യാപ്ത, പ്രത്യേകിച്ച് ഈ പച്ചക്കറി ഉൽപ്പാദനത്തിലെല്ലാം സംസ്ഥാനം സ്വയം പര്യാപ്തത നടത്തേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് വേണം പറയാൻ. നമ്മളെല്ലാ ഭരണകക്ഷികൾ മാറി മാറി വരുമ്പോഴും ഇത്തരത്തിൽ സ്വയം പര്യാപ്ത എന്നുള്ളൊരു വാക്ക് എടുത്ത് പറയുകയും അതിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തെങ്കിലും പക്ഷെ അതൊന്നും പൂർത്തീകരിക്കാനോ ആ പര്യാപ്തതയിലേക്ക് എത്താനോ ഈ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ഈ വില കൂടുന്നതിൻ്റെ ഗുണം ഒരിക്കലും കർഷകന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം. നമുക്കറിയാം, ഈ വിലക്കയറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സാധനങ്ങളുടെ ദൗർലഭ്യം മൂലമാണ്. അതായത് ഈ സംസ്ഥാനത്ത് ആവശ്യത്തിന് പച്ചക്കറി കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായി തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സർക്കാരിനുള്ള കർഷകർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലൊരു വിലക്കയറ്റം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും സർക്കാർ വിപണിയിൽ ഇടപെട്ടേ മതിയാവും. അത് പച്ചക്കറിയുടെ മാത്രമല്ല മറ്റ് അത്തരത്തിലുള്ള അവശ്യ വസ്തുക്കളുടെ കാര്യങ്ങളിലും വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പൊതുവെ ഉള്ളത്. ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേടിൽ നിന്ന് കേരളം എത്രയും പെട്ടെന്ന് തന്നെ മുക്തമായ മതിയാവും. തീർച്ചയായും. കോഴിക്കോട് നിന്ന് ആനന്ദ് പുതൂറൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് എന്നിവരാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. എന്തായാലും പച്ചക്കറി വില വർദ്ധിക്കുന്നത് സാധാരണക്കാരുടെ പോക്കറ്റ് കാലിയാക്കുന്നതിനുള്ള മറ്റൊരു ഉപാധി കൂടിയാണ് എന്നതിലും സംശയമില്ല. ഇതിനുള്ള വിപണി ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി വേണ്ടതുണ്ട്. ഹോർട്ടികോർപ്പിലെങ്കിലും വില നിയന്ത്രിച്ച് പച്ചക്കറികൾ ലഭ്യമാക്കാൻ ആകണം എന്നുള്ളതാണ് സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആവശ്യം.